ഒരു മനുഷ്യൻ ഒരു ചുരത്തിലൂടെ രാത്രി വേഗത്തിൽ കാർ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും അദ്ദേഹം ചുരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുകയും ചെയ്തു. വീഴുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെട്ടു. അദ്ദേഹം താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ബോധം തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു താൻ താഴെ എത്തിയിട്ടില്ല, എന്നാൽ മുകളിൽ നിന്ന് താഴേക്ക് വീണിട്ടുമുണ്ട്. അദ്ദേഹം ഒരു മരത്തിൻ്റെ കൊമ്പിൽ തങ്ങി നിൽക്കുകയാണ്. ഈ സമയത്ത് അദ്ദേഹം ദൈവത്തോട് നന്ദി പറഞ്ഞു. ദൈവമേ, നീ എന്നെ രക്ഷിച്ചല്ലോ. ഇവിടുന്ന് എങ്ങാനും ഞാൻ താഴെ പതിക്കുകയാണെങ്കിൽ ഞാൻ മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഒരു പക്ഷെ ഇവിടെ എൻ്റെ സ്വപ്നങ്ങൾ അവസാനിക്കുമായിരുന്നു. ഈ സമയത്ത് എന്നെ രക്ഷിച്ചതിന് ദൈവമേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ആ മരക്കൊമ്പിൽ ആ മനുഷ്യൻ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് സമയം അങ്ങനെ കഴിഞ്ഞുപോയി. അല്പസമയത്തിന് ശേഷം സൂര്യൻ ഉദിക്കാൻ തുടങ്ങി, പ്രകാശം പരക്കാൻ തുടങ്ങി. അദ്ദേഹം മുകളിലോട്ട് നോക്കിയപ്പോൾ ഒരുപാട് ഉയരങ്ങളിൽ നിന്നാണ് അദ്ദേഹം താഴേക്ക് വീണിട്ടുള്ളത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം വീണ്ടും ദൈവത്തോട് നന്ദി പറഞ്ഞു. അദ്ദേഹം പതുക്കെ താഴോട്ട് നോക്കിയപ്പോൾ അദ്ദേഹം കാണുന്നത് ഒരു സ്റ്റെപ്പ് എടുത്ത് താഴേക്ക് കാലെടുത്ത് വെച്ചാൽ അദ്ദേഹം നിലത്തെത്തുമായിരുന്നു. ഒരു കാലെടുത്ത് വെച്ചാൽ ആ മനുഷ്യൻ താഴെ എത്തുമായിരുന്നു. അദ്ദേഹം രാത്രി മുഴുവനും പേടിച്ച് വിറച്ച് ഈ മരക്കൊമ്പാണ് എൻ്റെ സുരക്ഷിതമായ ഇടമെന്ന് വിചാരിച്ച് അവിടുന്ന് അനങ്ങാതെ അവിടെ തന്നെ ഒരുപാട് സമയം കഴിച്ചു കൂട്ടിയെന്ന്. ഇതുപോലെ നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മളിലും പുതിയ കാലത്തിനനുസരിച്ച് മാറാതെ ഇതാണ് എൻ്റെ സുരക്ഷിതമായ ഇടമെന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതത്തിലും അതുപോലെ നമ്മുടെ തൊഴിലിടങ്ങളിലും നമ്മുടെ പ്രൊഫഷൻ രംഗത്തൊക്കെ മാറാതെ ഇരിക്കുന്ന ഒരു മനോഭാവം നമുക്ക് കാണാൻ പറ്റും. കാലത്തിനനുസരിച്ച് അപ്ഡേഷൻ ഇല്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പുതിയ കാലത്ത് നമ്മുടെ തൊഴിൽ രംഗത്തായാലും നമ്മളുടെ വ്യക്തി ജീവിതത്തിലായാലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നമ്മൾ ഇലോൺ മസ്കിനെ കുറിച്ച് ധാരാളമായി സംസാരിക്കാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിലും ഇത്തരം മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഇത്ര വാചാലമായി സംസാരിക്കുന്നത്? ലോകത്ത് ആരും ചിന്തിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലാനറ്റുകളിലേക്ക് ടൂർ പോകുന്നതിനെ കുറിച്ചും അവിടെ സ്ഥിരതാമസം ആക്കുന്നതിനെ കുറിച്ചും എല്ലാം അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി. ഇതുപോലെ ആരും ചിന്തിക്കാത്ത നമ്മൾ ലോകത്ത് ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരിക്കണം. അങ്ങനെ അപ്ഡേഷൻ നമ്മളിൽ ഉണ്ടാവണം. മാറ്റങ്ങളിലേക്ക് നടക്കുക. തീർച്ചയായും അത് വിജയത്തിലേക്ക് തന്നെ ആയിരിക്കും. താങ്ക് യു.